ഹലോ, ഇത് വിഷുവിൻ്റെ തലേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. എത്രയൊക്കെ മുൻകൂട്ടി ഒരുക്കി വെച്ചാലും തലേ ദിവസം ഇതുപോലൊരു ഓട്ടപ്പാച്ചിൽ അത് നിർബന്ധമാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് അടുക്കളയിൽ വന്നപ്പോൾ നമുക്ക് കുറച്ച് ചിക്കൻ കറി വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വേഗം സെറ്റാക്കി കറി വെച്ച് ചോറും ബാക്കിയൊക്കെ അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ വീട്ടിലുണ്ടായ വേപ്പിലല്ലേ, എന്ത് രസമല്ലേ കാണാൻ. അതൊക്കെ കഴിഞ്ഞ് ഒക്കെ റെഡിയായി ഒക്കെ സെറ്റായിട്ടുണ്ട്. എല്ലാ പരിപാടികളും അമ്മ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊന്നും കറി വയ്ക്കാൻ മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വൈകിട്ട് നമ്മുടെ പലഹാരപ്പണിക്ക് നിന്നു. നമ്മുടെ വിഷുവിനുള്ള പലഹാരം ഉണ്ടാക്കാൻ നമ്മളിന്ന് ഉണ്ണിയപ്പമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കുകയാണ്. അമ്മയാണ് ഉണ്ടാക്കുന്നത്, ഞാൻ നമ്മുടെ വെറും ഹെൽപ്പർ മാത്രമാണ്. ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ അമ്മയാണ് ചെയ്യാറ്, ഞാൻ ഹെൽപ്പറായിട്ട് നിൽക്കാറേ ഉള്ളൂ. അതാണല്ലോ സുഖം. അതാകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള അത്ര കഴിക്കുകയും ചെയ്യാം. നമ്മുടെ ഉണ്ണിയപ്പമൊക്കെ അത് എണ്ണയിൽ കിടന്ന് വെന്ത് നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ അമ്മയ്ക്കൊരു മാംഗോ ഷേക്കൊക്കെ അടിച്ചു കൊടുത്ത്, നമുക്കൊരു എനർജി വേണമല്ലോ. അപ്പോഴത്തേനും അമ്മ ഇവിടെ പുളിഞ്ചിയും നാളെ സാമ്പാറിക്കുള്ള തേങ്ങയൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും രാത്രി അച്ചതാ ഒരു ലോഡ് പടക്കം മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. പടക്കം കൊടുത്തിട്ട് 2 ദിവസമായിട്ടോ, 2 ദിവസമായിട്ട് നമ്മൾ പൊട്ടിക്കൽ തന്നെയാണ്. അങ്ങനെ ഞാനാണ് മെയിൻ പടക്കം പൊട്ടിക്കുന്ന ആൾ. കണ്ടില്ലേ, ഞാൻ കത്തിച്ച മേശാപ്പൂവൊക്കെ കത്തുന്ന. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് വീട്ടിൽ ആളും ബഹളമൊക്കെ കൂടിയിട്ടോ, അടുത്തുള്ള പിള്ളേരും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോഴാണ് സംഭവം കളറായത്. കണ്ടില്ലേ, എല്ലാവരും കൂടിയിട്ട് പൂത്തിരിയും മേശാപ്പൂവും ഒക്കെ കത്തിക്കലായി. ഭയങ്കര രസമായിട്ടോ. എൻ്റെ തറവാട്ടിൽ ഇങ്ങനെയാണ്, ഞങ്ങളെല്ലാവരും കൂടിയിട്ട് പടക്കവും പൊട്ടിക്കലും പിള്ളേരും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഒരു വൈബ് എനിക്ക് ഇവർ വന്നപ്പോൾ കിട്ടിയിട്ടോ. നക്ഷമോനും ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ ഈ ഒരു പുകയും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം നമ്മളിവരെ ഇതിൻ്റെ അടുത്തേക്ക് അത്രയ്ക്ക് അങ്ങോട്ട് അടുപ്പിച്ചിട്ടില്ല, കുറച്ച് വിട്ടാണ് നിർത്തിയത്. അലർജിയോ കാര്യങ്ങളൊന്നും ഉണ്ടാവരുത്. പിന്നെ പടക്കാണല്ലോ, നമ്മൾ സൂക്ഷിച്ചുപയോഗിക്കണം. പിന്നെ പടക്കം എനിക്കെന്നൊരു വീക്ക്നെസ് ആയതുകൊണ്ട് ഞാൻ അതിൽ മെയിനാവും. അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയതിന് ശേഷം വൈകിട്ട് നമ്മൾ നാളത്തേക്കുള്ള പരിപാടീസ് നോക്കുക കേട്ടോ. നമ്മുടെ പച്ചക്കറിയൊക്കെ അരിഞ്ഞ് വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കണിയൊരുക്കാം. കണിയൊരുക്കാനായിട്ട് ഉരുളിയിൽ നമ്മൾ ആദ്യം ഉണങ്ങല്ലരി ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളരിയാണ് വെച്ചിട്ടുള്ളത്. വെള്ളരി മഹാവിഷ്ണുവിൻ്റെ പ്രതീകമായിട്ടും, ചക്ക നമ്മൾ ഗണപതിക്കും, മാങ്ങ നമ്മൾ സുബ്രഹ്മണ്യനും, പഴം കൃഷ്ണനുമായിട്ട് വെച്ചിട്ടുണ്ട്. ഇവയാണ് കേട്ടോ നമ്മൾ പ്രധാനമായിട്ടും നമ്മുടെ കണിയിൽ വെക്കേണ്ടത്. ഇനിയുള്ള ഫ്രൂട്ട്സുകളൊക്കെ നമ്മുടെ കയ്യിലുള്ളത് എന്തൊക്കെയാണോ അതൊക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന മുന്തിരി, അതുപോലെ തന്നെ ആപ്പിള്, ഓറഞ്ച്, അതുപോലെ നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ള പേരക്ക, പിന്നെ നമ്മൾ കൈതച്ചക്ക, ഇതൊക്കെ നമ്മൾ നമ്മുടെ ഉരുളിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു തേങ്ങ 2ആയി മുറിച്ചിട്ട് അതിൻ്റെ ഉള്ളിലാണ് നാണയം വെച്ച് കൊടുക്കേണ്ടത്. നമ്മുടെ കണിക്ക് വേണ്ട ഐറ്റംസൊക്കെ നമ്മളിവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു പട്ടി വിരിച്ചിട്ട് അതിൽ നമ്മൾ നമ്മുടെ കണ്ണനെ വെക്കുകയാണ്. കണ്ണൻ്റെ വിഗ്രഹം വെച്ചതിന് ശേഷം തൊട്ടു മുന്നിലായിട്ട് നമ്മുടെ ഉരുളിയും അതിന് സൈഡിലായിട്ട് ഒരു കോടിമുണ്ട് വെച്ച്, കോടിമുണ്ടിൽ നമ്മൾ സുമംഗലികളുള്ള വീട്ടിലാണെങ്കിൽ സിന്ദൂരവും നാണയങ്ങളും അതുപോലെ തന്നെ സ്വർണ്ണാഭരണങ്ങളും ഒരു കൺമഷിയും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലൊരു വാൽക്കണ്ണാടിയും കൂടി വെക്കും. അത് ദേവീ പ്രതീകമായിട്ടാണോ വെക്കുന്നത്. പിന്നെ ഇത് നമ്മൾ നമ്മുടെ കയ്യിലുള്ള ഐറ്റംസ് വെച്ചുകൊണ്ട് ഒരുക്കിയ കണിയാണ്. ഇതിൽ ഒരുപാട് സാധനങ്ങളുടെ കുറവുണ്ട്. അപ്പോൾ ഹാപ്പി വിഷു.